ഹേ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. അങ്ങനെ നമ്മൾ കുറച്ച് കാലമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ടാറ്റയുടെ CR-iV അതിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടീസേഴ്സും അതുപോലെ ഡിസൈനൊക്കെ ഏകദേശം ടാറ്റ ഇപ്പോൾ റിവീൽ ചെയ്തിട്ടുണ്ട്. സോ ഇനി വരാൻ പോകുന്ന ജൂൺ 30 എന്നാണ് അവരിതിൻ്റെ ലോഞ്ച് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ അവർ ഡിസൈനൊക്കെ റിവീൽ ചെയ്ത സ്ഥിതിക്ക് ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ജൂൺ 30 ഈ വാഹനത്തിൻ്റെ പ്രൈസ് തന്നെ കണ്ടാൽ മതി. ഇവരെന്തൊക്കെയോ റെക്കോർഡൊക്കെ ഇടാനാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അത് ലോഞ്ച് സമയത്ത് എന്താണെന്നുള്ളത് പ്രോപ്പറായിട്ട് റിവീൽ ചെയ്യുമായിരിക്കും. നമുക്ക് അവരിപ്പോൾ റിവീൽ ചെയ്തിരിക്കുന്ന ഡിസൈൻസ് അധികം വേഗം തന്നെ നോക്കാം. പക്ഷെ അതിന് മുന്നേ ഇവരിതിനകത്ത് QWD ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഫോട്ടോസിലും QWD തന്നെയാണ്, അതായത് ക്വാഡ് വീൽ ഡ്രൈവ് ആണ് ഹൈലൈറ്റ് നിർത്തുന്നത്. ക്വാഡ് വീൽ ഡ്രൈവ് എന്ന് പറയുമ്പോൾ ടാറ്റയുടെ ഒരു ഓൾ വീൽ ഡ്രൈവ് സെറ്റപ്പ് പോലെ അവർ ഉദ്ദേശിക്കുന്നു എന്നേ ഉള്ളൂ. നമുക്ക് ബാക്കി സാധനങ്ങളിലേക്ക് കിടക്കാൻ അതിന് വേണ്ടി ഡിസൈൻ നോക്കുകയാണെങ്കിൽ നോർമൽ CR വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ഡിഫറൻസ് ഉണ്ട്. അതായത് ബേസിക് സിലോറ്റ് എല്ലാം സെയിം ആണ്. പക്ഷേ നമ്മുടെ DRLസിൻ്റെ താഴത്തേക്ക് വരുന്ന ഒരു ബ്ലാക്ക് എലമെൻറ്റ് പെട്രോൾ ഡീസൽ, അതായത് ഇന്ത്യൻ കമ്മീഷൻ എഞ്ചിനുള്ള CR-ൽ ഉണ്ടായിരുന്നു. അത് ഇതിൻ്റെ അകത്ത് എടുത്ത് കളഞ്ഞു. എന്നിട്ട് അതിന് വരെ ഒരു ബോഡി കളർ ഫിനിഷ് അവിടെ കൊടുത്തു. എന്നിട്ട് താഴെ നമ്മുടെ ഹെഡ് ലാംപ്സിൻ്റെ ഒരു ഏരിയയും അതിൻ്റെ താഴത്തെ ഏരിയ മൊത്തത്തിൽ ബ്ലാക്ക് ഔട്ട് ആക്കി. അതാണ് നമുക്ക് ഇലക്ട്രിക് വാഹനത്തിൽ വരുന്ന ഡിഫറൻസ്. പിന്നെ ഫോഗ് ലാംപ്സും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ടിയാഗോ EV വന്നപ്പോൾ ഒരു ഫോഗ് ലാംപ്സ് എടുത്ത് കളഞ്ഞായിരുന്നു. നോർമൽ ടിയാഗോയിൽ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ അകത്ത് എന്തായാലും അങ്ങനത്തെ കോസ്റ്റ് കട്ടിംഗ് ഒന്നുമില്ല. നമുക്ക് കണക്റ്റഡ് ആയിട്ടുള്ള DRLs തന്നെയാണ് ഫ്രണ്ടിലും വരുന്നത്. അതിൻ്റെ നടുവിൽ ഗ്യാപ്പ് അങ്ങനെ സാധനങ്ങളൊന്നുമില്ല. ശരിക്കും നോർമൽ നമ്മൾ CR-ൽ കണ്ട എന്താണോ അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. ഇവർ പണ്ടൊരു CR കാണിച്ചായിരുന്നു നമ്മുടെ പെട്രോൾ CR ഇറങ്ങുന്ന സമയത്ത്. അതിൻ്റെ ഡിസൈൻ എങ്ങനെയായിരുന്നു അതുപോലെയൊക്കെ തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വണ്ടിയുടെ ഡിസൈൻ ഉള്ളത്. സൈഡ് ഡിസൈൻ എടുക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഇതിൻ്റെ അലോയ്സ് കാണാൻ പറ്റും. ഓൾമോസ്റ്റ് നമ്മുടെ സാധാരണ CR പോലെയൊക്കെ തന്നെയുണ്ട്. 19-inch വീൽസ് തന്നെയായിരിക്കും. ഇതൊരു മറ്റേ എയറോഡൈനാമിക് എഫിഷ്യൻസി കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാനുള്ള ടൈപ്പ് വീൽസ് ആണ്. പക്ഷേ അലോയ്സ് തന്നെയാണ്, മറ്റേ ചുമ്മാ കവർ ഇട്ട് വെച്ചിരിക്കുകയല്ല. പിന്നെ 19-inch വീൽസ് എന്ന് പറയുമ്പം ഇതിൻ്റെ കാറ്റഗറിയിൽ വേറൊരു വണ്ടിക്കും കിട്ടാത്തതാണ്. 18-inch നമുക്ക് നോർമലി കിട്ടാറുള്ളൂ. സോ അതും ഈ വണ്ടിയുടെ ഒരു ഹൈലൈറ്റ് തന്നെയായിരിക്കും. ഇനി അതല്ലാതെ സൈഡ് ഡിസൈനിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും നോർമൽ CR-ൽ, അതായത് സാധാരണ പണ്ടത്തെ CR-ൽ ഉണ്ടായിരുന്ന ഡിസൈൻ ഇൻസ്പിറേഷൻസ് എടുത്തിരിക്കുന്ന പോലെ തന്നെ നമ്മുടെ C-പില്ലർ ബ്ലാക്ക് ഔട്ട് ആണ്. അതിൻ്റെ മുകളിലേക്ക് പോകുന്ന ഒരു സംഭവം ബ്ലാക്ക് ഔട്ട് ആണ്. അതായത് ബാക്കിലത്തെ ഒരു മറ്റേ സൈഡിലത്തേക്ക് ചെരിഞ്ഞിരിക്കുന്ന ഒരു കനോപ്പി പോലത്തെ ഗ്ലാസ് അവർ കാണിക്കാൻ ഇതിൻ്റെ അകത്തും ശ്രമിച്ചിട്ടുണ്ട്, ജസ്റ്റ് ഡിസൈനിൻ്റെ ഇതിൻ്റെ അകത്ത്. പിന്നെ ബാക്കി ഇലക്ട്രിക് വാഹനങ്ങൾ ഇവർ കൊടുക്കുന്ന പോലെ ടാറ്റാരോ TVയുടെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. വാർവിംസ് സാധനങ്ങളെല്ലാം നമുക്ക് CR-ൽ കിട്ടുന്ന തന്നെയാണ്. 360 ക്യാമറയുടെ കട്ടൗട്ട്, പിന്നെ ഫ്ലഷിറ്റിംഗ് ഡോർ ഹാൻഡിൽസ്, എല്ലാ സാധനങ്ങളും നമുക്ക് ഈ വണ്ടിയിലും കാണാൻ പറ്റും. അത്രേ ഉള്ളൂ. സൈഡ് ഡിസൈനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ കളർ കോമ്പിനേഷൻ ചിലപ്പോൾ നമുക്ക് കുറച്ചുകൂടെ വേറെ കിട്ടുമായിരിക്കും. ഇനി റിയർ ഡിസൈൻ എടുക്കുകയാണെങ്കിൽ ഇവിടെ പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നും പറയാനില്ല. നമുക്കിതിൻ്റെ ബോഡി ക്ലാഡിങ് അതുപോലെ ബമ്പർ സാധനങ്ങളെല്ലാം ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിങ്ങിൽ തന്നെയാണ് കിട്ടുന്നത്. മാറ്റ് ബ്ലാക്ക് ഒന്നും ആക്കിയിട്ടില്ല. പിന്നെ ബാക്കിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് താഴത്തെ ഒരു അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള സിൽവർ സ്കെറ്റ് പ്ലേറ്റ്സിൻ്റെ ഡിസൈനൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അതും കാണാൻ അത്യാവശ്യം രസമുണ്ട്. ഇത് നമുക്ക് CR.TV എന്ന് പറഞ്ഞ ബാഡ്ജിങ് മാത്രമേ എൻ്റെ എക്സ്ട്രാ ഉള്ളൂ. ബാക്കി സാധനങ്ങളെല്ലാം സാധാരണ CR-ൽ കണ്ട എങ്ങനെയാണോ അതുപോലെയൊക്കെ തന്നെയാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ പുതിയ CR-iVയുടെ എക്സ്റ്റീരിയർ ഡിസൈൻ. അഗൈൻ ഇവർ ജൂൺ 30 വണ്ടി കുറച്ചും കൂടെ നല്ല ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണിക്കാം. പക്ഷേ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാവുന്നുള്ളൂ ഈ വണ്ടിയുടെ ഡിസൈൻ. കാരണം ജസ്റ്റ് നമുക്ക് എക്സിസ്റ്റിംഗ് CR-യുടെ തന്നെ ഇലക്ട്രിക് വേർഷനായിട്ടാണ് അവർ പറയുന്നത്. നമ്മൾ ഹാരിയർ EVയിലൊക്കെ കണ്ടതുപോലെ ഒരു ഡെഡിക്കേറ്റഡ് EV പ്ലാറ്റ്ഫോം ആണ് എന്നവർ പറയും. പക്ഷേ ഇതെല്ലാം ടാറ്റയുടെ Gen 2 EV ആർക്കിടെക്ചറിൽ വരുന്ന വണ്ടികളാണ്. നമുക്ക് അവിന്യയിലേക്ക് വരുമ്പോഴേക്കാണ് Gen 3, അതായത് ഇലക്ട്രിക് മാത്രം ഉണ്ടാക്കാൻ പറ്റുന്ന പ്ലാറ്റ്ഫോം എന്ന രീതിയിലേക്ക് വരിക. അവിടെ നമുക്കിപ്പോൾ ടാറ്റയുടെ ഈ പെട്രോൾ കൗണ്ടർ പാർട്ടൊന്നും അവിന്യ വണ്ടികളിൽ കിട്ടുന്നതായിരിക്കില്ല. ഏതായാലും ഈ വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സ് അവർ ടീസേഴ്സിൽ കാണിച്ചൊക്കെ വെച്ച് നോക്കുമ്പോൾ പ്രത്യേകിച്ച് വലിയ വ്യത്യാസമൊന്നുമില്ല. നമുക്ക് ഫീച്ചേഴ്സൊക്കെ എന്തായാലും സെയിം ആയിരിക്കും. ആർക്കേറ്റോ TV, പിന്നെ കുറച്ച് EV സെൻട്രിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എക്സ്ട്രാ CR-ൽ വരും, അതായത് ഇലക്ട്രിക് ആകുമ്പോൾ. അത് മാത്രമേ ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. ഓവറോൾ പിന്നെ കളർ കോമ്പിനേഷനൊക്കെ ചെറുതായിട്ട് വ്യത്യാസം വരുമായിരിക്കും. അല്ലാതെ അവർ കാണിച്ച ഇൻറ്റീരിയേഴ്സൊക്കെ നമ്മുടെ നോർമൽ CR പോലൊക്കെ തന്നെയാണ്. 3 സ്ക്രീന്, പിന്നെ ബാക്കി ഫീച്ചേഴ്സ് എല്ലാം അതുപോലെയൊക്കെ തന്നെ ക്യാരി ഓവർ ചെയ്യാനാണ് സാധ്യതയുള്ളത്. പിന്നെ അതല്ലാതെ നമുക്ക് പവർ ടൺ ഓപ്ഷൻസിൻ്റെ കാര്യമാണ് പിന്നെ പറയാനുള്ളത്. നമുക്കിതിനകത്ത് 2 ബാറ്ററി കൺഫിഗറേഷൻ എന്തായാലും ഉണ്ടാവും, ഒരു മീഡിയം റേഞ്ചും അതുപോലെ ലോങ് റേഞ്ചും. നമുക്ക് മിക്കവാറും ഹാരിയർ EVയിൽ വരുന്നതിലും കുറച്ചുകൂടെ താഴത്തായിരിക്കും അവർ പിടിക്കുക. അതായത് ഒരു 60 kWh 70 kWh ആയിരിക്കാം ഈ വണ്ടിയിൽ പിടിക്കാൻ പോകുന്നത്. കാരണം നമുക്ക് കർവിൽ 45 55 kWh ബാറ്ററി പാക്കാണ് വരുന്നത്. ഹാരിയർ EVയിൽ 65 75 kWh ബാറ്ററി പാക്കാണ് വരുന്നത്. സോ ടാറ്റ എല്ലാ ഇലക്ട്രിക് വാഹനങ്ങളും സെപ്പറേറ്റ് ആയിട്ടുള്ള ബാറ്ററി കൺഫിഗറേഷൻ കൊടുക്കുന്നുണ്ട്. ഈ വാഹനത്തിൽ ഇപ്പോൾ ഹാരിയർ EVയുടെ സെയിം സാധനം തന്നെ അവരെടുത്ത് വെക്കണമെന്നൊന്നുമില്ല. എന്തായാലും മോട്ടറിൻ്റെ കാര്യത്തിൽ, അതായത് പവറിൻ്റെ കേസിൽ ക്വാഡ് വീൽ ഡ്രൈവ് നമുക്ക് ഏകദേശം ഒരു 280 to 300 bhp എടുത്ത് എക്സ്പെക്ട് ചെയ്യാം. ഹാരിയർ EV 313 bhp എടുത്താണ് ജനറേറ്റ് ചെയ്യുന്നത്. 0 to 100 ആണെങ്കിൽ ഏകദേശം ഒരു 6.5 to 7 സെക്കൻഡ്സിനുള്ളിലൊക്കെ ആയിട്ട് ഈ വണ്ടിയും ഈസി ആയിട്ട് അച്ചീവ് ചെയ്യേണ്ടതാണ്. കാരണം ഇലക്ട്രിക് ആണ്, 2 മോട്ടറുണ്ട്. സോ ഈസി ആയിരിക്കും. പിന്നെ അതല്ലാതെ നമുക്ക് റിയർ വീൽ ഡ്രൈവ് ആയിട്ടായിരിക്കും ഈ വാഹനം കിട്ടാൻ പോകുന്നത്. അതിനും ഏകദേശം ഒരു 220 ഹോഴ്സ് പവറിൻ്റെ അടുത്തെങ്കിലും ഉണ്ടാവേണ്ടതാണ്. നമുക്ക് റേഞ്ചൊക്കെ ഞാനിപ്പോൾ ഈ പറഞ്ഞ 16 17 kWh ആണെങ്കിൽ ഏകദേശം ഒരു 400 kilometers ഒക്കെ ഇതിൻ്റെ ലോങ് റേഞ്ച് മോഡൽ ഈസി ആയിട്ട് കിട്ടുന്നതാണ്. ഇതിൻ്റെ ഡയറക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി നമ്മുടെ BE6 ഒക്കെ തന്നെയായിരിക്കും. പിന്നെ നമ്മുടെ വിൻസർ EV ഒരു
പരിധി വരെ വേണമെങ്കിൽ പറയാം. പക്ഷേ അത് കുറച്ചും കൂടെ അഫോർഡബിൾ കാറ്റഗറിയിൽ നിൽക്കുന്നൊരു വണ്ടിയാണ്. നമ്മുടെ വിൻഫാസ്റ്റിൻ്റെ VF7 ഒക്കെ ഉണ്ട്. അങ്ങനെ അത്യാവശ്യം കോമ്പറ്റീഷൻ ഈ ഒരു വാഹനത്തിനുണ്ട്. ഇനി എന്താണ് നിങ്ങൾക്ക് ഈ വണ്ടിയെ പറ്റി പറയാനുള്ളത് എന്ന് ഉറപ്പായിട്ടും താഴെ കമൻസിൽ പറഞ്ഞേക്കാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സസറീസോ ക്ലീൻ പ്രൊഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊഡക്ട്സ് ഉറപ്പായിട്ടും ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.